ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെയാണ്. അപ്പോൾ നമുക്കിന്ന് 4 മണിക്ക് ഒരു എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ കടലമാവിൻ്റെ പൊടിയും പിന്നെ അരിപ്പൊടിയും കൂടിയാണ് കേട്ടോ എടുത്തേക്കണത്. കടലമാവ് ഞാൻ ചെറിയൊരു കപ്പില്ലേ അതിൽ 2 കപ്പ് അളന്നാണ് കേട്ടോ ഇട്ടത്. പിന്നെ അരിപ്പൊടി അതിലൊരു 3/4 ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നു പോയിട്ടോ. അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ആ അളവ് കാണാതിരുന്നത്. ഞാൻ അതിലൊരു ചെറിയൊരു പാത്രം കണ്ട അതിലാണ് ഞാൻ അളവ് 2 കപ്പ് കടലമാവ് എടുത്തു. പിന്നെ ഒരു അരിപ്പൊടിയിലത്തെ അതിലെ ഗ്ലാസ് കണ്ടില്ലേ അതിൽ 3/4 ഗ്ലാസ് അരിപ്പൊടി എടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പക്കാവടയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സ്നാക്സ് കഴിക്കാനായിരിക്കും ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ കപ്പലണ്ടി വറുത്തത്, അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കഴിക്കാനല്ല നമുക്ക് തോന്നാറ്, മിക്സർ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള. അപ്പോൾ സവോള നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതേ സവോളയാണ് കേട്ടോ ഞാൻ അരിയണത്. സവോള ഞാൻ ചെറുതാക്കിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ, അതിൽ കൂടെ തന്നെ അരിഞ്ഞിടാണ്. അപ്പം എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. സവോള എടുത്തു കഴിഞ്ഞാൽ അപ്പം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും കേട്ടോ. അത് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഞാൻ ഇട്ട് കഴിഞ്ഞ് വെച്ചാലും ഞാൻ എപ്പോൾ എടുത്തരിഞ്ഞാലും എൻ്റെ കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരും. എല്ലാവരും പറയും വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരില്ല എന്ന് പറയും. പക്ഷേ ഞാൻ എപ്പോൾ എടുത്തരിഞ്ഞാലും കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കും കേട്ടോ. അതെന്താണാവോ. പിന്നെ അത് കുറച്ച് 2 പച്ചമുളകും ഞാൻ അതിൽ എരിവുള്ളതാണ് കേട്ടോ, അത്യാവശ്യം എരിവുള്ളതാണ്. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ, അതിലൊരു ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കേട്ടോ. ഞാനൊന്നും അടുത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്കൊക്കെ എടുക്കാൻ പോണ്ടി വന്നു. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം വേണം കേട്ടോ. വെള്ളമാണ് ഇതിൽ കൂടെ ഇങ്ങനെ വെറുതെ സാധാ പച്ചവെള്ളമാണ് കേട്ടോ. എന്നിട്ട് അതിലിപ്പോൾ ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഈ വറക്കണയിലേക്ക് ഇടാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലൂസ് വേണം. അപ്പോൾ ആവശ്യത്തിന് ലൂസിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇടണമെങ്കിൽ. നമ്മളിപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണില്ലേ, അപ്പോൾ അതിൽ അത്യാവശ്യം ലൂസാക്കി ഇടണില്ലേ, അതിലും കുറച്ചും കൂടിയും ലൂസാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂടിയും ഇതായിട്ട് നമ്മുടെ കൈമന്ന് ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വീഴണം കേട്ടോ അതിലേക്ക്, എന്നാലാണ് അത് അതേപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ മിക്സ് കുറേശ്ശെ ആയി തുടങ്ങി. അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ, എന്നാലാണ് അത് വീഴുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ അതിലേക്ക് മിക്സ് ചെയ്ത് ഞാൻ ശരിയാക്കും, സെറ്റാക്കും. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം നമ്മളൊന്ന് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒന്ന് സെറ്റായി ഇതായി കഴിഞ്ഞാൽ പിന്നെ വറുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ എരിവും ഉപ്പും മുളകും ഇതൊക്കെ പിടിക്കും കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാനൊരു 3/4 മണിക്കൂറോളം വെക്കണത് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 3/4 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ശേഷം ചീഞ്ചട്ടി ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒഴിക്കണത് കണ്ടോ. നിങ്ങളിപ്പോൾ ഇതിലാവശ്യത്തിനുള്ള ലൂസ് കണ്ടില്ലേ, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വീഴില്ലേ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലിപ്പോൾ വറുത്ത് കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് എരിവും ഉപ്പും ഒക്കെ എല്ലാം കറക്റ്റായിട്ടാണ്, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെയും ഉണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടത്. ഇപ്പോൾ നമ്മുടെ പക്കാവട തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ വറവായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇതായിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അരിപ്പൊടി അതിൽ ചേർത്ത കാരണം കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കട്ടൻ ചായ കുടിക്കണം കേട്ടോ ഇതിനോടൊപ്പം. പാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. നമ്മൾ കട്ടൻ ചായ കുടിച്ച് നോക്കിയാലാണ് ഇങ്ങനത്തെ ഇതൊക്കെ കഴിക്കുമ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെ കഴിക്കാറ്.
അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ സുടിക്കൂട്ടം കിടന്ന് ഉറങ്ങണ നേരത്താണ് കേട്ടോ ഈ കലാപരിപാടികളൊക്കെ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതേ നമ്മുടെ ഇത് വറവ് കോരാറായി ഒന്ന് ഞാൻ നോക്കിയതാണ് കേട്ടോ, ആയിട്ടില്ല, ഒന്നും കൂടി ആവണം. അപ്പോൾ ഒന്നും കൂടി ഞാൻ മുരിയാനായിട്ട് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ അതേ ആയി. അപ്പോൾ ഞാൻ കോരി ഞാൻ അതിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്സും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ലൊരു ഇതാണ് കേട്ടോ, ഞാൻ വെറുതെ പറയല്ല, നിങ്ങളും ഉണ്ടാക്കാനായിട്ട് നോക്കി നോക്കാം. നമുക്ക് മഴയൊക്കെ ഉള്ളപ്പോൾ ഇത് ഇങ്ങനത്തെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാം. പിന്നെന്താ, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.